വെൽക്കം ബാക്ക് ടു കിച്ചൺ ടെയിൽസ്. ഞങ്ങൾ ഒരു 3 ദിവസമായിട്ട് ബാംഗ്ലൂരായിരുന്നു. ജോർജി സെയിൻറ്റ് ജോസഫ്സിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഫുഡ് വ്ളോഗിന് വേണ്ടി കഴിച്ചതെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. അപ്പോൾ വീഡിയോ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി സാധാരണ ഞാൻ എപ്പോഴും ഇങ്ങനെ ഹെവി ആയിട്ട് കഴിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യും. അപ്പോൾ ഈ പ്രാവശ്യം ഇനി മൂലം ഒരു 7 ഡേയ്സിന് GM ഡയറ്റ് എടുക്കാമെന്ന് ഓർക്കണേ. GM ഡയറ്റിൻ്റെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ചെറുതായിട്ടൊരു ബ്രീഫ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ വെയിറ്റ് നോക്കട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ തേഴ്സ്ഡേ ആണ്. തേഴ്സ്ഡേ രാവിലെ ഞാൻ ഇത് തുടങ്ങണേ. അപ്പോൾ 65.3. ഈ ഒരു ഡയറ്റിൽ വെയിറ്റ് കുറയാനുള്ള മെയിൻ കാരണം ടോട്ടൽ ഷുഗർ കട്ടാക്കുക. കാപ്പിയൊന്നും കുടിക്കാൻ പറ്റില്ല. അതെനിക്ക് ഭയങ്കര ഒരു ചാലഞ്ചാണ്. ഒരു പെട്ടെന്നൊരു ദിവസം, പക്ഷേ 2 ഡേയ്സൊക്കെ കഴിയുമ്പോഴേക്കും ശരിയാവും. ഞാൻ ഇതിനു മുമ്പ് ജോർജീൻ്റെ ഒരു 15 ഇയേഴ്സ് മുമ്പ് ഞാൻ ഈ സെയിം ഡയറ്റ് എടുത്തിട്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്തു. ബട്ട് അത് കഴിഞ്ഞെടുത്തിട്ടൊന്നും എനിക്ക് ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു 4 ദിവസം ആകുമ്പോഴേക്കും പൊട്ടിക്കും. അപ്പം ഞാൻ ഈ ഡയറ്റിനെ പറ്റി ഒന്ന് പറയാം കേട്ടോ. കാപ്പി എങ്ങനെയുണ്ട്? നമ്മൾ മാത്രം വീട്ടിൽ നമ്മൾ മാത്രം വേറൊരു ഡയറ്റിൽ പോകുന്നത് ശരിക്കും ഒരു പണിയാട്ടോ. ഇവിടെ വേറെ ആർക്കും ഡയറ്റില്ല, ഞാൻ മാത്രം ഈ ഡയറ്റ് എടുക്കണേ. അപ്പോൾ മെയിനായിട്ട് ഈ ഡയറ്റിൽ 10 ഗ്ലാസ് വെള്ളം കുടിക്കണം. അതാണ് മെയിൻ തിങ്. 10 ഗ്ലാസ് വെള്ളം കുടിച്ചില്ലെങ്കിൽ വെയിറ്റ് ഒട്ടും തന്നെ കുറയില്ല. കുടിച്ചാൽ ഒരു 4 കിലോക്ക് ഈ 7 ഡേയ്സും കംപ്ലീറ്റ് ചെയ്താൽ കുറയും. അത് ഗ്യാരണ്ടിയാണ്. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഫിസിഷ്യനെ കണ്ടിട്ട് വേണം കേട്ടോ ഈ ഡയറ്റ് എടുക്കാൻ. ബിക്കോസ് ഈ ഡയറ്റ് സയൻറ്റിഫിക്കലി പ്രൂവൻ ആണോ എന്ന് എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല കേട്ടോ. പെട്ടെന്ന് വെയിറ്റ് കുറയും, അത് കാരണമാണ് ഞാനിത് എടുക്കണത്. പിന്നെ എനിക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വെയിറ്റ് കുറയ്ക്കണത്. അത് കാരണം എനിക്ക് കുറച്ചും കൂടി ഈസിയാണ്. എന്നാൽ തന്നെ നമ്മൾ കിടപ്പാവും വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും. ബട്ട് ഫസ്റ്റ് ഡേ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേത്തെ പ്ലാൻ പറയാം. ഫസ്റ്റ് ഡേ ഫ്രൂട്ട്സ്, ബാക്കിയെല്ലാം ഞാൻ ചെയ്യുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ മെയിൻ ഗുണം വർക്കൗട്ട് ഒന്നും ചെയ്യണ്ട, അല്ലാതെ തന്നെ വെയിറ്റ് കുറയും. ബട്ട് ഞാൻ ചെറിയ രീതിയിൽ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ നടന്നാലൊക്കെ മതി. യോഗ, നടക്കൽ, അങ്ങനെയൊക്കെ. ഭയങ്കര ഹെവി ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ ചെറുതായിട്ട് നടക്കാമെന്ന് ഓർത്തു രാവിലെ. ബട്ട് ഇതിപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഫുൾ എക്സൈറ്റ്മെൻറ്റ് ഇല്ല. അത് കാരണം ഞാൻ നടക്കാമെന്ന് ഓർത്തു. പിന്നെ മടി വരാണെങ്കിൽ നടക്കണ്ട. ചെറിയ വീട്ടിലെന്താ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്താൽ മതി. ഇതെൻ്റെ 2ാമത്തെ ഗ്ലാസ് വെള്ളം. ഞാൻ പറഞ്ഞില്ലേ, വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊന്നും നന്നാവില്ല. പ്രത്യേകിച്ച് ഈ ഡയറ്റിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ വെള്ളം കുടിക്കണം. ഇതിപ്പോൾ 2ാമത്തെ. പിന്നെ വെള്ളം കുടിക്കുമ്പോൾ എപ്പോഴും എല്ലാം കൂടി ഒറ്റൊരു സ്ട്രെച്ചിൽ കുടിക്കരുത്. ഇതുപോലെ തന്നെ ഡിവൈഡ് ചെയ്ത് വേണം കുടിക്കാൻ. ഇപ്പോൾ രാവിലെ 2 ഗ്ലാസ്, അതും ഒരു ഹാഫ് ആൻ അവർ ഗ്യാപ്പിൽ കഴിക്കുക. പിന്നെ നെക്സ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ്. മെയിനായിട്ട് നമ്മൾ ഈ ഷുഗർ കട്ട് ചെയ്യണ കാരണം ബ്ലോട്ട് ചെയ്തിരിക്കണ മുഖമൊക്കെ ബ്ലോട്ട് ചെയ്തിരിക്കില്ലേ, അതിന് പെട്ടെന്ന് വ്യത്യാസം വരും. വെയിറ്റ് ലോസ് ഉണ്ടാവും, പക്ഷേ ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് കുറയ്ക്കണ കാരണം എത്രത്തോളം അത് വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇന്നിപ്പോൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇരിക്കണേ. ആൻഡ് ജിമ്മിൽ ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവർ നടന്നിട്ട് വരാൻ ഓർത്തു. വെയിറ്റ് ട്രെയിനിങ് ഇല്ല, 1 വീക്കിലോട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യണില്ല. നടക്കാമെന്ന് ഓർത്തു. പക്ഷേ ആൻഡ് ഈവനിങ്ങും നടക്കാമെന്ന് ഓർത്തിരിക്കുക. അപ്പം ജിമ്മിൽ പോണേക്കാൾ മുമ്പ് 1 ഗ്ലാസ് വെള്ളം കൂടി. അപ്പോൾ 3rd ഗ്ലാസ് ഫിനിഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബാക്കി. പിന്നെ ഞാനൊരു പ്രകൃതി ചികിത്സയ്ക്ക് ലാസ്റ്റ് ഇയർ പോയപ്പോൾ അവർ പറയുന്നുണ്ട്, നമ്മളിങ്ങനെ ഈ റീൽസ് ഇല്ലേ, ഫുഡ് റീൽസ്, അത് കണ്ടുകൊണ്ടിരിക്കരുതെന്ന്. നമ്മൾ ഈ ഏതെങ്കിലും ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് അപ്പോൾ ഭയങ്കരമായിട്ട് ക്രേവ് ചെയ്യും. ആൻഡ് ഭയങ്കര ഡൗണറാണ് അത്. അപ്പോൾ ഇപ്പം തന്നെ ഞാൻ ഫുൾ ടൈം ഭക്ഷണത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കണേ. പല ഐഡിയാസ്, എന്താണെന്നറിയില്ല. 4th ഗ്ലാസ് വാട്ടർ. ശരിക്കും മടി വരും കേട്ടോ ഈ വെള്ളം കുടിക്കാൻ. പക്ഷേ വെള്ളം കുടിക്കണം. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്തത്. അപ്പോൾ ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം കുടിയൊക്കെ നിർത്തി. അപ്പോൾ വെയിറ്റ് കുറഞ്ഞില്ല. അപ്പോൾ അത് കാരണം വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വാട്ടർമെലൺ. എപ്പോഴും വാട്ടർമെലനാണ് കൂടുതൽ കഴിക്കേണ്ടത്. പിന്നെ ഫ്രൂട്ട്സിൽ ബനാന ആൻഡ് മാങ്ങ, ഇത് രണ്ടും കഴിക്കാൻ പാടില്ല. ബേസിക്കലി കുറച്ച് ഈ മാങ്ങയൊക്കെ വണ്ണം വെക്കുന്നതാണല്ലോ, അപ്പോൾ അതൊന്നും കഴിക്കാൻ പാടില്ല. മാംഗോസ്റ്റിൻ്റെ സീസണാണ്, അതും കഴിക്കാൻ പാടില്ലായിരിക്കും. അതവർ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ കഴിക്കാൻ പാടില്ല. കൂടുതലും മെലൻസാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഫ്രൂട്ട്സ് നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം കേട്ടോ, പ്രത്യേകിച്ച് വാട്ടർമെലൺ. പിന്നൊരു കാര്യമുണ്ട്, കുറേ പേരൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കാതെ ഇരിക്കും. അത്രയും വേണ്ടാന്ന് ഓർത്തിട്ട് കഴിക്കാൻ തോന്നില്ല ചിലപ്പോൾ ഫ്രൂട്ട്സ് തന്നെ. അപ്പോൾ അങ്ങനെയും ചെയ്യാൻ പാടില്ല. അവർ പറഞ്ഞ ക്വാണ്ടിറ്റി അല്ല, ഫുൾ ടൈം നമ്മൾ വയറ് ഫുള്ളാക്കി വെക്കണം. ഫ്രൂട്ട്സ് കഴിച്ചിട്ട് ആ ദിവസത്തെ ഡയറ്റ് എന്താണെന്ന് വെച്ചാൽ അത് കഴിച്ചിട്ട് വയറ് ഫുള്ളാക്കി വെക്കണം. പട്ടിണി കിടക്കാൻ പാടില്ല. അപ്പോഴാണ് നമ്മൾ വീക്കൊക്കെ ആയി പോണേ. അങ്ങനെ ആവാൻ പാടില്ല. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവും പിന്നെ ബുൾസയും. ഇതൊക്കെ എനിക്കൊരു ചലഞ്ചാട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ഉപ്മാവും ബുൾസയും. പക്ഷെ കുഴപ്പമില്ല. ജിജു എങ്ങനെയുണ്ട്? ഉച്ചയ്ക്ക് എന്താ?
ഡയറ്റ് ഫുഡ് കഞ്ഞിയും എന്തായാലും ചമ്മന്തി നല്ല ചമ്മന്തി അവിടെ പോയി. പിന്നെ ഒരു 11 ആകുമ്പോൾ വെള്ളം വീണ്ടും ഒരു ഗ്ലാസ് കൂടി കുടിക്കുക. 5ാമത്തെ ഗ്ലാസ്സായി ഇപ്പോൾ. ആൻഡ് ആപ്പിൾ അല്ലെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ മസ്മെലൻ അങ്ങനെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്. ഇപ്പോൾ ഇവിടെ പോമഗ്രാനറ്റും ഓറഞ്ചും ആണ്, അപ്പോൾ അതാണ് ഞാൻ കഴിക്കുന്നത്. 11 ആകുമ്പോൾ പോമഗ്രാനറ്റ്, ഗ്രേപ്സ് കഴിക്കാം, പക്ഷേ സാധാരണ നമ്മുടെ വാട്ടർമെലനൊക്കെ കഴിക്കണ പോലെ അത്ര അധികം കഴിക്കരുത്. ഓറഞ്ച് പറഞ്ഞാൽ ഫുള്ള് കഴിക്കാം. ഇതൊക്കെ എത്ര വേണമെങ്കിലും കഴിക്കട്ടെ, പോമഗ്രാനറ്റും ഓറഞ്ചൊക്കെ. ഓൺലി തിങ് ഗ്രേപ്സ്, ബനാന, മാംഗോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചക്ക തൊടരുത്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്, അതൊന്നും കഴിക്കരുത്. കിവിയൊക്കെ നല്ല ഓപ്ഷനാട്ടോ. കിവി ഞാൻ ഓർഡർ ചെയ്തിട്ടേ ഉള്ളതൊക്കെ. ഇതിപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി എത്തിയല്ലേ ഉള്ളൂ, അപ്പോൾ പെട്ടെന്നാണ് ഈ തീരുമാനം വന്നത്. നമ്മളിപ്പോൾ ഹെവി ആയിട്ട് കഴിച്ച ഏതെങ്കിലും ദിവസങ്ങളാണെങ്കിൽ ഈ ഫസ്റ്റ് ഡേ ഈസിയാണ്. ഒരിക്കലും ഇല്ലാത്ത പോലെ ഇന്ന് ഉച്ചയ്ക്ക് ജിജോന് കഞ്ഞി വേണം, എൻ്റെ ഫേവററ്റ് ഉണക്ക ചെമ്മീൻ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇത് ഇപ്പോൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. മോര് കറി, ബട്ട് എനിക്ക് ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ കേട്ടോ, കുറച്ച് വിശന്ന് തുടങ്ങി. ഉണക്ക ചെമ്മീൻ, പിന്നെ പൊടിയുമുണ്ട്. ഇത് കുമ്പളങ്ങ കറി, അതിൽ തൈരിടണം. പിന്നെ നമ്മുടെ ചമ്മന്തി, തേങ്ങാ ചമ്മന്തി. പിന്നെ അത് ഇവിടെ എല്ലാവരും ഓരോ ടൈപ്പ് ഡയറ്റില്ല. ഇവിടെ മഷ്റൂം മഞ്ഞയ്ക്ക് സോട്ടേ ചെയ്യാനായിട്ട് ഓയിൽ ഇല്ലാതെ, ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഇതും ഓയിൽ ഇല്ലാതെ ഫ്രൈ ചെയ്യണം. ഇത് മട്ട റൈസിലെ വെന്ത കറി ബിജുവിനുള്ള. ഇവിടെ നല്ല അടിപൊളി ചെമ്മീനൊക്കെ ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പരമാവധി ടെംപ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ, പക്ഷേ ഇതെനിക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. ഇനി 2 ഗ്ലാസ് അടുപ്പിച്ച് തന്നെ കഴിക്കാം, അടുപ്പിച്ച് തന്നെ കുടിക്കണം വെള്ളം. ഈവനിങ് അടുപ്പിച്ച് കുറേ വെള്ളം കുടിക്കാതിരിക്കുക നല്ലത്. അപ്പോൾ ഇപ്പോൾ 7 ഗ്ലാസ് ഓഫ് വാട്ടർ. അപ്പോൾ ഇപ്പോൾ 8 ഗ്ലാസ് വെള്ളമായി. ഇനി ലഞ്ചിന് ആപ്പിൾ, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ആപ്പിൾ ഇതുകൊണ്ട് നമുക്ക് കഴിക്കാൻ തോന്നില്ല, കാരണം മധുരം തന്നെയല്ലേ കഴിക്കുന്നത്. ഫ്രൂട്ട്സിൻ്റെ മധുരമാണെങ്കിലും ഉപ്പൊക്കെ ഉള്ള സാധനങ്ങൾ കഴിക്കാൻ തോന്നും, ബട്ട് ഇതിൽ പിടിച്ച് നിൽക്കണം. ഈവനിങ് കോഫി മധുരം ഇല്ലാതെ വേണമെങ്കിൽ കഴിക്കാം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. മാക്സിമം ഒഴിവാക്കണമെന്നല്ല, ബിക്കോസ് ഇംപ്യൂർ ആയിട്ടുള്ള എല്ലാം ഒഴിവാക്കിയിട്ട് ടോട്ടലി പുതിയൊരു സ്കിന്നാണ് വേണ്ടത്. ബട്ട് അതെനിക്ക് പറ്റുന്നില്ല കേട്ടോ, ഞാൻ ഇത്തിരി കാപ്പി കുടിക്കുന്നുണ്ട്. ടീ ആയാലും കഴിക്കാം മധുരം ഇടാതെ. പിന്നെ ഒരു ചെറിയ ക്വാണ്ടിറ്റി ഡ്രാഗൺ ഫ്രൂട്ട്. നമ്മളെപ്പോഴും കഴിക്കുന്ന ഫ്രൂട്ട്സിൽ നിന്ന് കുറച്ച് മാറ്റി എടുക്കുക, അല്ലെങ്കിൽ മടുത്തു പോകും. ആൻഡ് വെള്ളം ഞാൻ പറഞ്ഞില്ലേ, മാക്സിമം മിനിമം 8 ഗ്ലാസ്സെങ്കിലും കുടിക്കണം, മാക്സിമം 12 ഗ്ലാസ്. ഞാനിപ്പോൾ 10 ഗ്ലാസ് വരെ കുടിച്ചു. ആൻഡ് ഈവനിങ് രാത്രി വാട്ടർമെലനാണ് ഏറ്റവും ബെസ്റ്റ്. ഏറ്റവും ലോ കാലറി ഉള്ള ഫ്രൂട്ട് വാട്ടർമെലനാണ്. അത് കട്ട് ചെയ്തിട്ട് ഫിലിം ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചോട്ടെ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിശക്കും. രാത്രിയാണ് എനിക്ക് ഏറ്റവും പ്രശ്നം തോന്നിയത്, ഉറക്കം വരില്ല അല്ലെങ്കിൽ കഴിച്ചില്ലെങ്കിൽ. അപ്പോൾ എങ്ങനെയോ ഫസ്റ്റ് ഡേ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നാളെ ഇന്നിവിടെ ഞങ്ങളുടെ വീട്ടിലെ ഡിന്നർ മനയുടെയും ജിജോയുടെയും ഈ ചിക്കൻ, ഓയിലില്ലാത്ത ചിക്കനും ഈ വെജീസും. ഇപ്പം ഞാൻ ഇതെങ്കിലും മതിയായിരുന്നു. അങ്ങനെയാ നമ്മൾക്ക് സ്ഥിരം കഴിക്കണ സാധനങ്ങൾ നമ്മൾക്ക് കിട്ടാതാവുമ്പളേ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നാവും. ഇത് ആദ്യത്തെ ദിവസമായിട്ടുള്ള എഗ്സ് പെരിയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഇതാണ് ഇവരുടെ ഡിന്നർ. ഞാനിതെല്ലാം കഴിക്കണം, എൻ്റെ കഴിഞ്ഞു, ഫ്രൂട്ട്സ് കഴിച്ച് കഴിഞ്ഞു. അപ്പം സെക്കൻഡ് ഡേ ഫുൾ വെജിറ്റബിൾസാണ്. ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല, വെജിറ്റബിൾസ്. ഫസ്റ്റ് ഡേ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, ആക്ച്വലി ലൈറ്റ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. വെയിറ്റ് നോക്കാം. ഇപ്പോൾ ഇന്നലത്തെ വെയിറ്റ് 65.3 ആയിരുന്നേ. ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള വെയിറ്റ് നോക്കാം, 63.3, 2 കിലോ കുറഞ്ഞു. വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പം നാളെ ഇനി കുറയില്ലായിരിക്കും, അങ്ങനെയാണ് സാധാരണ. നോക്കാം നമുക്ക്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കോഫി വേണമെങ്കിൽ കുടിക്കാം മധുരം ഇല്ലാതെ, പക്ഷെ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് കുടിക്കണം. 10 ഗ്ലാസ് വെള്ളം കേട്ടോ, 8 to 12. ഇതിൽ ഫസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ട്രെഡ്മില്ലിൽ നടന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ വെയിറ്റ് കുറയില്ല ഇന്നത്തെ ദിവസം. ഫസ്റ്റ് ഡേ കുറഞ്ഞ പോലെ ചിലപ്പോൾ സെക്കൻഡ് ഡേ കുറയില്ല. അതായത് ഞാനൊരു ഹാഫ് ആൻ അവർ നടന്നു. ആൻഡ് ഈവനിങ്ങും നടക്കും. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് വെള്ളം കുടിക്കണം 2 ഗ്ലാസ്. അപ്പോൾ ഇത് ടോട്ടൽ 5 ഗ്ലാസ് ആയിട്ടുണ്ട് ഇന്ന്. ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പൊട്ടേറ്റോ അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടേറ്റോ ഒരു ചെറിയൊരു പീസ് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ വെജീസും കഴിക്കണം, അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് സ്വീറ്റ് പൊട്ടേറ്റോ ആണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ സ്വീറ്റ് പൊട്ടേറ്റോ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കോളിഫ്ലവർ അത് വേറൊരു കാര്യത്തിന് കേട്ടോ, ഇതിനല്ല. കോളിഫ്ലവർ മാഷ് ഉണ്ടാക്കി നോക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ഉള്ളിച്ചമ്മന്തിയില്ലേ, നാടൻ ഉള്ളിച്ചമ്മന്തി, എണ്ണ ഇടാതെ, അതാണ് കേട്ടോ കഴിക്കണം. എരിവ് കഴിക്കാൻ തോന്നുന്നു, അത് കാരണം. ഇതാണ് അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ബോളിലോട്ട് എടുക്കട്ടെ. ഞാൻ കുറച്ച് ഹെർബ്സ് നമുക്ക് ഇഷ്ടമുള്ള ഇടാം.
അതായത് ഞാൻ മിക്സ് ഹെർബ്സ് ഇട്ടുണ്ട്. നമ്മുടെ സോട്ടേഡ് വെജീസിൽ ഞാൻ ആഡ് ചെയ്തില്ലേ അത്, മിക്സ്ഡ് ഹെർബ്സ്. ആൻഡ് ഓയിൽ അവർ 1 ടീസ്പൂൺ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു മെൻ്റൽ ബ്ലോക്ക്, വെറുതെ ഡയറ്റ് ചെയ്ത് വെറുതെ കളയാൻ തോന്നുന്നില്ല. ഉള്ളിച്ചമ്മന്തിയിൽ എണ്ണ ഇടാണ്ടാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടൊമാറ്റോസ് അവർ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടൊമാറ്റോസ് നമ്മൾ എന്തായാലും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ആൻഡ് ക്യൂക്കമ്പറും എന്തായാലും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ആൻഡ് സ്വീറ്റ് പൊട്ടാറ്റോയുടെ ക്വാണ്ടിറ്റി ഇതിലും കൂടാൻ പാടില്ല. മുളക് ചമ്മന്തി ഇപ്പോൾ എനിക്ക് ഗ്രേവി ചെയ്യണമായിരുന്നു ഉണ്ടാക്കിയതാണ്. ഓയിൽ ഇല്ലാതെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ ഉള്ളിച്ചമ്മന്തിയുടെ ഐഡിയ കൊള്ളാട്ടാ. നമുക്ക് പെട്ടെന്ന് മടുപ്പൊക്കെ മാറും. പെട്ടെന്ന് എനിക്ക് ഒരു ഹോൾ മീല് കഴിച്ചൊരു ഫീൽ കിട്ടിയിട്ടുണ്ട്. ഇതും വെള്ളരിക്ക ഓയിൽ ഇടാണ്ടാണെങ്കിലും ഉള്ളിച്ചമ്മന്തി കൊള്ളാം. പിന്നെ ലഞ്ചിന് മുമ്പ് ചെറിയൊരു മീൽ എന്ന് പറഞ്ഞാൽ ക്യാരറ്റേ ഉള്ളത്. അതാണ് ഈ ഡയറ്റിൻ്റെ. ബട്ട് എനിക്ക് എന്തോ ഇപ്പം ഈ പ്രാവശ്യം ചെയ്തിട്ട് എനിക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ല. അത്രയധികം കഴിച്ചായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഈ ഡയറ്റ് എടുക്കാമെന്നല്ല. ആൻഡ് നിങ്ങൾ വീക്കാണെന്ന് തോന്നുകയാണെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ ഡയറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ അത്രയും തന്നെ ക്വാണ്ടിറ്റി ഭക്ഷണം കഴിക്കുകയും വേണം. ഇത് ഒരു ക്യാരറ്റ് ബോൾ കഴിക്കാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഇത് ഒരു ക്യാരറ്റ് മതിയായിരിക്കും. ഇവിടെ ഞാൻ ഡയറ്റ് തുടങ്ങിയപ്പോൾ ഇവിടെ എല്ലാവരും ചെറിയ തോതിൽ ഡയറ്റ് തുടങ്ങിയിട്ടോ. ഇതാണ് മന്നയുടെ ലഞ്ച്. ടൊമാറ്റോ ഇതും കുറച്ച് ഓയിലിൽ സോട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എൻ്റേത് കംപ്ലീറ്റ് ഓയിൽ ഫ്രീ ആണ്. ലെറ്റ്യൂസ് നല്ല. ഇവിടെ സാമ്പാറും ചോറൊക്കെ കണ്ടിട്ട് ഇത്തിരി സാമ്പാറിൻ്റെ ചാറെങ്കിലും ഇതിലേക്ക് ഒഴിച്ചാൽ മതി എന്ന് ആലോചിക്കുക. അങ്ങനെ ചെയ്താലോ മന്ന? പറ്റില്ല. ചാറ് മാത്രം ഒരു ഇത്തിരി ടേസ്റ്റിന്. ഇത്തിരി ലൈം കൂടി ഇടട്ടെ കേട്ടോ. വെജിറ്റബിൾസ് എനിക്ക് ഇങ്ങനെ ഇഷ്ടമല്ല. കുറച്ചെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉള്ളൂ. ഇതും ആക്ച്വലി സോൾട്ട് കൂടുതലാണ്. അതുകൊണ്ട് ഇത് കഴിക്കാൻ പാടുമെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. അമ്മ അത് കഴിക്കാൻ പാടുമോ? ഉപ്പുണ്ട് ഭയങ്കരമായിട്ട്. 2 എണ്ണമൊക്കെ ഓക്കെയാണ് നമുക്കൊന്ന് പിടിച്ചു വെക്കാനായിട്ട്. അടുത്ത വെള്ളം ഞാൻ കുടിച്ചായിരുന്നു കേട്ടോ 2 ഗ്ലാസ്. പക്ഷേ വീഡിയോയിൽ എടുത്തില്ല. വെള്ളം കുടിക്കാണ്ട് ഈ പരിപാടി ചെയ്യാനേ പോണ്ട. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഭക്ഷണം അവർ പറഞ്ഞ അത്രയും ക്വാണ്ടിറ്റിയിൽ കഴിക്കുകയും വേണം. പട്ടിണി കിടന്നിട്ടുള്ള ഡയറ്റല്ല. തലവേദന വരും പട്ടിണി കിടന്നാൽ. ചിലപ്പോൾ തലകറക്കം, ഛർദിൽ ഇങ്ങനത്തെയൊക്കെ വരും. എനിക്ക് ലഞ്ച് ടൈം മാത്രം ഒരു രക്ഷയില്ല കേട്ടോ. അതെ ഇവിടെ ജിജോയുടെ ലഞ്ച് കാണിച്ചു തരാം. അവിയൽ, കോവയ്ക്ക ഫ്രൈ, പച്ചക്കറി കഴിക്കാൻ പാടില്ല. സാമ്പാർ ഇല്ല, ഒന്നും കഴിക്കാൻ പാടില്ല. ജിജു സാമ്പാർ മാത്രമേ കഴിക്കണുള്ളൂ. മുട്ട വറുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് പച്ചക്കറി എടുത്താൽ സാധാരണ ചാറ് മാത്രമേ എടുക്കാറുള്ളൂ. 4 മണിയാകുമ്പോൾ ക്യൂക്കുംബർ, തക്കാളി, സവാള. ക്യൂക്കുംബർ നന്നായിട്ട് കഴിക്കണം. ഈ ഡയറ്റിൽ അങ്ങനെയാണ്. ഇപ്പം തന്നെ എനിക്ക് തലവേദന എടുത്തു തുടങ്ങി ഇത്രയും ഭക്ഷണം കഴിച്ചിട്ട് തന്നെ. ഒന്നാമത് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമല്ലോ. വേറെ എവിടെയെങ്കിലും മാറി നിന്ന് ഈ ഡയറ്റ് എടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നു. ഇത് മണമൊക്കെ അടിച്ചിട്ട് നല്ല തലവേദന വരുന്നുണ്ട്. ഞാനൊരു ഹെഡ് മസാജിന് പോയി. അപ്പോഴാണ് കുറച്ചൊരു സമാധാനം കിട്ടിയത്. ഈ വീട്ടിലിരുന്നിട്ട് ഫുൾ ടൈം ഭക്ഷണം തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ എന്തെങ്കിലുമായിട്ട് എൻഗേജ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഈ ഡയറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന തോന്നല്ല കേട്ടോ. അത്രയും പാടാം. നല്ല തലവേദന എടുക്കും. ഇനി ലാസ്റ്റ് 2 ഗ്ലാസ് വെള്ളവും കൂടി കുടിക്കാനുണ്ട്. ജിജോയുടെ ഡിന്നർ ഇതാ. ചിക്കനും ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അറബിക് ഗ്രില്ല് എന്ന് പറഞ്ഞിട്ട് ആ ചിക്കൻ്റെ മാരിനേഷനാണ്. അതും സ്പിനച്ചും ലെറ്റ്യൂസും. എൻ്റെ ഈ സ്പിനച്ചും ലെറ്റ്യൂസും മാത്രം. ഇതാണ് എൻ്റെ ബോൾ. ലെറ്റ്യൂസ് എല്ലാം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഗ്രില്ല് ചെയ്തിട്ട് എല്ലാം ബ്രോക്കലിയും സ്പിനച്ച് ബ്ലാൻഡ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഗ്രില്ല് ചെയ്തു. ഗ്രില്ലല്ല, വെറുതെ ഒന്ന് സോട്ട് ചെയ്തു ഹൈ ഫ്ലെയിമിൽ. അപ്പോൾ ഒരു ടേസ്റ്റ് തോന്നും നമുക്കൊരു. ഇതെൻ്റെ സോട്ടേഡ് വെജീസ് എന്ന് പറഞ്ഞ റെസിപ്പിയിൽ സ്പിനച്ചിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇതപ്പോൾ നിങ്ങൾക്ക് ഡിന്നർ ഐഡിയ ഒക്കെ ആയിട്ട് നല്ല ഇതുപോലെ നോൺ വെജിൻ്റെ കൂടെ പെയർ ചെയ്താൽ മതി. പക്ഷെ ഇതിപ്പോൾ വളരെ കഷ്ടമാണ് അവസ്ഥ. പക്ഷേ സ്പിനച്ച് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 3rd ഡേ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. ഇന്ന് ആ ദിവസമാണ്. അത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ആൻഡ് പൊട്ടാറ്റോസ് ഇന്ന് കഴിക്കാൻ പാടില്ല. പിന്നെ ഫ്രൂട്ട്സ് ഞാൻ അന്ന് ഫസ്റ്റ് ഡേ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയുള്ളൂ. ആൻഡ് വെള്ളം നന്നായിട്ട് കുടിക്കാം. പക്ഷേ ഇന്നത്തെ ഈ 2 ദിവസം, ഈ 2ാമത്തെ ദിവസം കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമ്മളൊന്ന് യൂസ്ഡ് ആവും കേട്ടോ. ഇന്നലെ രാത്രിയൊക്കെ എനിക്ക് ഈ ഡയറ്റ് പൊട്ടിക്കാൻ ഭയങ്കര ക്രേവിംഗ് ആയിരുന്നു. പക്ഷേ
എങ്ങനെയോ ഓർക്കും ചെയ്തു. ഇന്ന് ഓരോ ദിവസം രാവിലെ ആകുമ്പോൾ ഓർക്കും നന്നായി ഇത് പൊട്ടിക്കാത്തത്. ഇന്നിപ്പോൾ നല്ല ഫ്രഷായി ഫീല്. കുറേ ലൈറ്റായി വെയിറ്റ് ചെക്ക് ചെയ്യാം. ഇന്നലെ 63.5 അല്ലായിരുന്നു. സാധാരണ ഞാൻ പണ്ടെടുത്തപ്പോൾ സെക്കൻഡ് ഡേ കുറയില്ല, അങ്ങനെയാണ്. ഇന്നും അങ്ങനെ എനിക്ക് മിക്കവാറും കൂടിയ 63.20. ഇന്നലെ പക്ഷേ കുറച്ച് ഭയങ്കര തലവേദനയായിരുന്നേ. അപ്പം ഞാൻ പുറത്ത് പോയി ഒന്ന് ഹെഡ് മസാജൊക്കെ ചെയ്തപ്പോഴാണ് ശരിയായത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, തലവേദന അങ്ങനെ വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നു, അങ്ങനത്തെയൊക്കെ വരുമ്പോൾ നമ്മൾ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യേണ്ട കേട്ടോ. ഇന്നലെ ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ചിരുന്നു, പക്ഷെ ഇന്ന് നല്ല ഫ്രഷ് ഫീല്. എന്തായാലും ആദ്യത്തെ ദിവസം ഉണ്ടാവുന്ന കാപ്പിയുടെ ക്രേവിങ് ഒക്കെ ഇല്ലേ, അതൊക്കെ പോവും. വെള്ളം കുടിക്കട്ടെ. 2 ഗ്ലാസ് നേരിയ ചൂടുള്ള വെള്ളം എപ്പോഴും. ഡേ തുടങ്ങേണ്ട അങ്ങനെയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ആപ്പിളും വാട്ടർമെലൺ. ബ്രേക്ക്ഫാസ്റ്റിന് ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കണുള്ളൂ. ലഞ്ചിനാണ് വെജീസ് കഴിക്കണേ. ഇനി ഈ ഡയറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ സാധനങ്ങളെല്ലാം മേടിച്ചു വെച്ചോട്ടോ. അല്ലെങ്കിൽ ആ സമയത്ത് ഇപ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് മേടിക്കണമെന്ന് വെച്ചാൽ നേരത്തെ മേടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടയർഡായി പോകും. പക്ഷെ ഇപ്പം എനിക്ക് ആദ്യം പണ്ട് ഒരു 10 കൊല്ലം മുമ്പ് ചെയ്ത അത്രയും ക്ഷീണം തോന്നുന്നില്ല. ഈ പ്രാവശ്യം ചെയ്തിട്ട് ചിലപ്പോൾ അത്രയധികം ഫാറ്റ് ഉണ്ടാവില്ല, അതായിരിക്കും. ഇന്നത്തെ മണ്ണയുടെ ബ്രേക്ക്ഫാസ്റ്റ് അവക്കാഡോ ആൻഡ് എഗ്സ്. 2 മുട്ടയും ഒരു ഫുൾ അവക്കാഡോ അല്ലേ? ഒരു ഓറഞ്ചും. ഒരു ഓറഞ്ചും ഉണ്ട്. ജോയുടെ ബ്രേക്ക്ഫാസ്റ്റ് എഗ്സും, പിന്നെ ഞങ്ങൾ മാഷിൻ്റെ ട്രയൽ ചെയ്തായിരുന്നു, അതാണ്. ആൻഡ് വാട്ടർമെലൺ ജ്യൂസ്. ഇതൊക്കെയാണ് ചാലഞ്ച്. ഈ 3rd ഡേ ഫ്രൂട്ട്സിൽ മാംഗോ, ചിക്കു, ഗ്രേപ്പ് അത്രയും കഴിക്കാൻ പാടില്ല. പിന്നെ എൻ്റെ സൂപ്പ് ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ ആക്കി വെച്ചില്ലെങ്കിൽ നമുക്ക് വിശക്കുമ്പോൾ ഒന്നും കഴിക്കാനുണ്ടാവില്ല. ബ്രോക്കോളി, കോളിഫ്ലവർ, ക്യാബേജ് അത്ര ഇട്ടിട്ട് ഇങ്ങനെ ബോയിൽ ചെയ്തു, പെപ്പറും സോൾട്ടും ഇട്ടിട്ട്. ഓവറായിട്ട് വെന്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് ജീരകം ഇട്ടു, ചെറിയ ജീരകം. പിന്നെ ചെറിയ ഉള്ളി ഇട്ടു കേട്ടോ, അതും ഇട്ടു. പക്ഷെ ഓയിലില്ല. ഇനി കുറച്ച് ക്യൂക്കുംബർ കഴിക്കണം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഡേ അല്ലേ, അത് കാരണം. നേരത്തെ ഉണ്ടാക്കിയ വെജിറ്റബിൾ സൂപ്പ്. ഇത് സുഖം. ഇതിൽ മറ്റേ ജീരകവും ഒക്കെ ഇട്ടായിരുന്നേ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇപ്പം തന്നെ ജിജുവിനോട് പറയാണ്ട് ഡയറ്റ് നിർത്തുന്നത്, ഇത് നല്ല ഡയറ്റ് അല്ലെന്ന്. ബട്ട് ഞാനിത് ഒരു പ്രാവശ്യം കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുള്ളൂ. എനിക്ക് അത്രയും വെയിറ്റ് കുറയണം. ഇത്രയധികം കഴിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ബാംഗ്ലൂർ പോയിട്ട് ജോർജീനെ ചേർക്കാൻ പോയപ്പോൾ ഒരു ഫുഡ് ഓവർലോഡഡ് ആയിരുന്നു. അപ്പം അതിനി കുറയ്ക്കാതെ രക്ഷയില്ല. അതിനുവേണ്ടി മാത്രം. ഇത് നല്ല കേട്ടോ. ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ തന്നെ ഭക്ഷണം എന്താ കഴിക്കാനുള്ളതെന്ന് വെച്ചാൽ അത് റെഡിയാക്കി വെച്ചോ. ഇപ്പം ഇച്ചിരി ഡൗണായി. ഇടയ്ക്ക് നല്ല ചൊടിയായിരിക്കും. ഇന്ന് എനിക്കൊരു റെസിപ്പി വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു, അതാണ്. അത് അത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, അത്രയും ഭക്ഷണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ടയർഡായി പോകും. ഇനി ഡിന്നർ വെള്ളം ഞാൻ നേരത്തെ കുടിച്ച് തീർത്തു കേട്ടോ. ഡിന്നറിന് നമ്മുടെ ബ്ലാഞ്ച് സ്പിനച്ചും മൈക്രോ ഗ്രീൻസ് പിന്നെ ലെറ്റ്യൂസ് ഇത്രയും ഗ്രില്ല് ചെയ്തു, ലൈം ഇട്ടു. ഞാൻ ഇതിലേക്ക് കുറച്ച് സോയാ സോസും കൂടി ഇടാന്ന് ഓർത്തു. എനിക്ക് അല്ലെങ്കിൽ കഴിക്കാൻ പറ്റണില്ല. ഇപ്പോൾ 2 ഡ്രോപ്പേ ഉള്ളൂ, പക്ഷെ എന്നാലും കുറച്ച് വേണം, ഒരു ചെറിയൊരു ഫ്ലേവറിന്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. ബട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയാൽ കംപ്ലീറ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോകും. പക്ഷെ നാളെ എനിക്കൊരു പരിപാടി ഉണ്ട്, സൺഡേ. അന്ന് പോയേ പറ്റൂ. സോയാ സോസ് ഇട്ടപ്പോൾ ബെറ്റർ ആയിട്ടാണ്, അല്ല പറ്റുന്നില്ലത്. ഞാൻ 5ാമത്തെ ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പ്രോട്ടീൻസ് ഒക്കെ അപ്പോഴാണ് വരണേ. ഈ വിനീഗർ അനിയൻസ് ആണ്, അല്ല വിനീഗറിലിട്ട അനിയൻസ് അല്ലേ ഞാൻ എൻ്റെ വീഡിയോസിൽ മിക്കതും കാണും. ഇതാണ് ആകെയുള്ള രക്ഷ കേട്ടോ. പുളിയൊക്കെ വരുമ്പോൾ നമുക്ക് ആ മടുപ്പത്തിന് മാറും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും ഡയറ്റിലോട്ട് കയറിയാൽ മതി. ഇരിക്കുന്നതോറും ടേസ്റ്റാണ്, പുളിയൊക്കെ പിടിക്കും ഉള്ളിൽ. ഇന്ന് 4th ഡേത്തെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം 4 പഴവും റോബസ്റ്റ പഴം, പിന്നെ 4 ഗ്ലാസ് പാല് കുടിക്കുന്നത് എനിക്കൊരു ചലഞ്ചാണ്. പക്ഷേ പാലാണ് ഇതിനുള്ള ഓപ്ഷൻ. പിന്നെ സൂപ്പ്, അവരുടെ GM ഡയറ്റ് സൂപ്പിൽ ഇന്നലെ കണ്ടത്, അതും വേണമെങ്കിൽ കുടിക്കാം. നമുക്ക് തീരെ ടയർഡ്നെസ് തോന്നുവാണെങ്കിൽ അത് ഞാൻ തലേദിവസം തന്നെ കാച്ചി വെച്ചിട്ട് പാട മാറ്റി, നമ്മുടെ ഒട്ടും ഫാറ്റില്ലാത്ത മിൽക്കാണ് വേണ്ടത്. പിന്നെ വെള്ളം 12 ഗ്ലാസ് 10 to 12 അത്രയും കുടിക്കണം. അതാണ് ഇന്നത്തെ ഡയറ്റ്. പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ സാധനം തന്നെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഇനി നാളത്തെ ഡയറ്റേ കാണിക്കണുള്ളൂ കേട്ടോ. കാരണം സൺഡേ ഇനി പുറത്തു പോകാനുണ്ട്, അത് കാരണം. ഞാൻ ബ്ലാക്ക് കോഫി കുടിക്കാൻ തോന്നുമ്പോൾ നിങ്ങൾക്ക് കുടിക്കാം, മധുരം ഇല്ലാതെ. പിന്നെ ഓവറാക്കണ്ടെന്നുള്ളൂ, രാവിലെയും വൈകിട്ടും. പിന്നെ ഈ പാലും പഴവും എന്ന് പറഞ്ഞില്ലേ,
അത് ബനാന റിച്ച് ഇൻ പൊട്ടാഷ്യം, പിന്നെ പാല് നമുക്ക് എനർജി തരും. അപ്പം അത് ലോ ഫാറ്റ് മിൽക്കാണ് കേട്ടോ. ഇത് രണ്ടും കൂടി ആയിട്ടുള്ള കോമ്പിനേഷൻ വരുമ്പോൾ വിശക്കൂല എന്നാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മതി, അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. പിന്നെ ഈ ഡയറ്റ് ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോഴേ അവർ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ബോഡിക്ക് ഒട്ടും നല്ലതല്ല എന്ന് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. പക്ഷേ എനിക്കെന്തോ അങ്ങനെ തോന്നി ഞാൻ ചെയ്യണത്. എനിക്ക് അത്രയും ഒരു വേഴ്സ് സിറ്റുവേഷൻ ആയിരുന്നു. ഈ ഒരു എന്തെങ്കിലും ഒരു ഡയറ്റ് എനിക്കിങ്ങനെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് കണ്ട എനിക്കൊരു വായിച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് 1 2 3rd day 4th day അങ്ങനെയാണ് അത് വായിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഞാൻ 4th day വരെ എത്തിയിട്ടുണ്ട്. അത് കാരണം പിന്നെ ഇവിടെ ഞാൻ ഈ ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെയും ഡൗട്ടാണ് ഈ പാലും പഴവും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്ക് മാത്രമേ ഇഷ്ടമില്ലാത്തേ ഉള്ളൂ. അത് മാത്രം എല്ലാ ദിവസവും കുറച്ച് ദിവസം അടുപ്പിച്ച് കഴിച്ചാൽ മതി. അങ്ങനെ കഴിച്ചാൽ നമുക്ക് എല്ലാ മിനറൽസും കിട്ടില്ല. കാരണം ഇതിപ്പോൾ എല്ലാ ദിവസവും ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെ അവർ പ്ലാൻ ചെയ്താണ് ഡയറ്റ് ഉണ്ടാക്കണേ. പിന്നെ ഇതെന്താ ഹെൽത്തി അല്ല എന്ന് പറയണത് എനിക്കറിയില്ല. ഇനി നാളത്തെ ദിവസമൊക്കെ പൊളിയാണ്. നാളത്തെ ദിവസത്തെ എനിക്കിഷ്ടമാണ് വെയിറ്റ് ചെയ്യാൻ. പാല് ഞാൻ തലേദിവസം തന്നെ കാച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. പാട മാറ്റിയിട്ടാ ഫ്രിഡ്ജിൽ വെച്ചേ. എന്നിട്ട് ഇനിയും പാടയുണ്ട്, അതും മാറ്റിയിട്ടാ കുടിക്കാൻ പോണേ. എന്നിട്ട് ഇത്തിരി വെള്ളവും കൂട്ടും. എനിക്കൊരു രക്ഷയില്ല കേട്ടോ പാല് കുടിക്കാനായിട്ട്, ഒന്നും ആഡ് ചെയ്യാതെ. ഞാൻ നേരത്തെ പറഞ്ഞാൽ മറക്കണ്ട കേട്ടോ, ഈ ഡയറ്റിൽ പറയണ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. ടയർഡ്നെസ് തോന്നുവാണെങ്കിൽ അത് അപ്പം നിർത്തിക്കോ ഈ ഡയറ്റ്. പാല് ഞാൻ തണുപ്പായിട്ട് തന്നെ കുടിക്കണം, അപ്പം വലിയ കുഴപ്പം തോന്നല്ല. പിന്നെ ഇന്നലെ ഞാൻ പുറത്തു പോയപ്പോൾ എല്ലാവരും എന്നോട് പറയണ്ടായിരുന്നു സ്കിൻ ബെറ്റർ ആയിരുന്നു, ഈ വെള്ളം കുടിക്കണ കാരണമായിരിക്കും. അത് കാരണം മറക്കല്ലേ വെള്ളം. പഴം വരുന്നുണ്ട് എൻ്റെ അമ്മേ. ഇതൊന്നും ഞാൻ ഒരിക്കലും കഴിക്കാൻ സാധനം കേട്ടോ. അതേ റോബസ്റ്റ പഴം, ഇതൊക്കെ ഷേക്ക് പോലെയാണെങ്കിൽ ഓക്കെ ആയിരുന്നു. ഇതിപ്പോൾ രക്ഷയില്ല. 4 പഴം, 4 ഗ്ലാസ് പാല്. അത് തന്നെ മറന്നുപോയി പെട്ടെന്ന്. ബുദ്ധി വർക്ക് ചെയ്യില്ലെന്ന് തോന്നിട്ടോ, അങ്ങനത്തെ എന്തോ പ്രശ്നമുണ്ടെന്ന് ഈ ഡയറ്റ് എടുക്കുമ്പോൾ. പിന്നെ ഏത്തപ്പഴം അല്ല അവർ ഉദ്ദേശിക്കണേ തോന്നിട്ടോ, ഈ റോബസ്റ്റ പഴമാണ്. ചെറിയ പഴമാണെങ്കിൽ 8 എണ്ണമൊക്കെ കഴിക്കാം, മറ്റേ ആ ഞാലിപ്പൂവൻ പോലത്തെ. ബേസിക്കലി ഇന്ന് നമുക്ക് വിശക്കൂല്ലാതാണ് ഇന്നത്തെ ഡയറ്റിൽ എഴുതി വെച്ചേക്കുന്നത്. ഇന്ന് 5th ഡേ പ്രോട്ടീൻസ് കഴിക്കാം. രാവിലെ എഗ്സ് കഴിക്കാം, പനീർ കഴിക്കാം, ഫിഷ് കഴിക്കാം, ചിക്കൻ കഴിക്കാം, ഒന്നും ഓയിൽ ഇല്ലാതെ, ആൻഡ് വെജിറ്റബിൾസ് അതിൻ്റെ കൂടെ കഴിക്കാം. ടൊമാറ്റോസ് കഴിക്കണം അതിൻ്റെ കൂടെ. അങ്ങനെ ഇന്നത്തെ ഡയറ്റ് വലിയ കുഴപ്പമില്ല. ഷുഗർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിക്കരുത്, അത്രേ ഉള്ളൂ. അപ്പം ഇപ്പം രാവിലെ എഗ്സ്. 5th ഡേ വെയിറ്റ് 62.8. 0.1 ഗ്രാം വെച്ചിട്ടാണെങ്കിലും കുറയുന്നുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ടൊമാറ്റോസ് ഇമ്പോർട്ടൻ്റ് ആണ് 5th ഡേ. അപ്പോൾ എഗ്സ് ആൻഡ് ടൊമാറ്റോ ആണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് അല്ലെങ്കിൽ എഗ്സ് ആയാലും കഴിക്കാം, പക്ഷെ ഓയിൽ പാടില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. പിന്നെ ടൊമാറ്റോസ്, 2 ടൊമാറ്റോസ്, അത് നിർബന്ധമാണ് ടൊമാറ്റോസ്. പിന്നെ ഞാൻ ഇന്നും പറയാം കേട്ടോ, ഈ ഡയറ്റ് അങ്ങനെ എന്താ പറയുക, എന്തെങ്കിലും വീക്ക്നെസ് എന്തെങ്കിലും ക്ഷീണമൊക്കെ തോന്നുകയാണെങ്കിൽ അതപ്പം നിർത്തണം. പിന്നെ വെള്ളം ഞാനിപ്പം പറഞ്ഞ പോലെ തന്നെ 8 to 12 ഗ്ലാസ്. ഞാനിപ്പോൾ 12 ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട്. ഈ ഒരു ദിവസം നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഇന്നലെ ഭയങ്കര പാടായിരുന്നു ഈ പാലും പഴവും. അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട്, പിന്നെ പ്രത്യേകിച്ച് സൺഡേ ആയതുകൊണ്ട്. ബട്ട് അതെങ്ങനെ ഓവർകം ചെയ്തു. 11 ആകുമ്പോൾ ഒരു ബോൾ കുക്കുമ്പോൾ. പിന്നെ ഞാനിന്ന് ലഞ്ചിനെ നമുക്ക് കേരള സ്റ്റൈലിൽ വേണമെങ്കിലും ചെയ്യാം, എണ്ണയില്ലാണ്ട്. അപ്പം ഞാൻ മീൻ വറ്റിച്ചത് കഴിക്കാൻ നോർത്തു. സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നത്. ആൻഡ് തോരനാണെങ്കിലും ഓയിൽ ഇല്ലാണ്ട് തേങ്ങയും ഇല്ലാണ്ട് ചെയ്യാൻ നോക്കാം, അങ്ങനെ കഴിക്കാൻ നോക്കാം. ഇനി ലഞ്ചിന് മീൻ വറ്റിച്ചത്, സുക്കീനിയും 2 ടൈപ്പ് സുക്കീനിയും ബ്രോക്കലിയൊക്കെ മേടിച്ചത് ഇന്നലെ മേടിച്ചിട്ടുണ്ടല്ലോ. അപ്പം അതിൻ്റെ എല്ലാം കൂടി തോരൻ പോലെ, പക്ഷേ തോരനല്ല ഒലത്തിയത് പോലെ, തേങ്ങ ഇട്ടില്ല. അത് ഞെക്കട്ടെ. മീൻ വറ്റിച്ചത്, ഓയിൽ ഇടാത്തത്, പിന്നെ ഞാൻ പറയുന്നത് സുക്കീനി, ബ്രോക്കലി, 2 ടൈപ്പ് സുക്കീനിയും ബ്രോക്കലിയും, പിന്നെ ടൊമാറ്റോയും ക്യൂക്കുമ്പർ. അതാണ് ഇന്നത്തെ ലഞ്ച്. അപ്പം ഞാൻ ആ റോസ്റ്റഡ് വെജീസ് എന്ന് പറഞ്ഞ റെസിപ്പി ഇട്ടില്ല. അപ്പം അതിന് ഈ സുക്കീനി ബ്രോക്കലിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അതെല്ലാം കൂടി ബാക്കി വരുമ്പോൾ അതെല്ലാം കൂടി തോരൻ വെക്കാൻ നല്ല കേട്ടോ. തോരൻ നല്ല ഒലത്തിയത് ഓക്കെയാണ്, പക്ഷെ ഇത് ഓയിലൊന്നും ഇടാത്ത കാരണം ഓക്കെയാണ്. ബട്ട് തോരൻ അതിൻ്റെ ഭയങ്കര നല്ല. ഇവൻ കെയില് വെച്ച് ഞാൻ തോരൻ വെക്കാറുണ്ട്. മീൻ വറ്റിച്ചത് ഈ ഡയറ്റിൽ ലോട്ടറി ആക്കാം. അത് എപ്പോഴും ഏതെങ്കിലും ഒരു ദിവസം ഈ പ്രോട്ടീൻ കഴിക്കുന്ന ദിവസം ഓയിൽ ഇല്ലാണ്ടുള്ള മീൻ വറ്റിച്ചാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. മടുപ്പ് മാറും. പിന്നെ നിങ്ങൾക്ക് തീരെ വിശപ്പില്ലെങ്കിൽ ആ GM സൂപ്പ് ഉണ്ടല്ലോ ഡയറ്റിൽ, ഇതിന് മുമ്പത്തെ ദിവസം കഴിച്ച ആ സൂപ്പ് നല്ല ഓപ്ഷനാണ്. അപ്പോഴും മടുത്തു പോകും. പക്ഷേ ഇന്നത്തെ ദിവസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
ഈ 5th ഡേ എപ്പോഴും വെള്ളം മാക്സിമം കുടിക്കണം. ബിക്കോസ് പ്രോട്ടീൻസ് നമ്മൾ കൂടുതൽ കഴിക്കണ കാരണം ബോഡിയിൽ നിന്ന് ഇംപ്യൂരിറ്റീസ് ഒക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യാനായിട്ട് വെള്ളം നന്നായിട്ട് കുടിക്കണം. അത് കമ്പൽസറിയാ. ബാക്കിയുള്ള ദിവസം 8 മതി, പക്ഷേ ഈ ദിവസം 12 എന്തായാലും കുടിക്കണം. സീ ഫുഡ് കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. ഇപ്പം ഞാൻ കഴിക്കാത്ത കാരണം മീനും ചെമ്മീനൊക്കെ ബാക്കി വന്ന എല്ലാം കൂടി സീ ഫുഡ് കട്ട്ലറ്റ്. അപ്പം ഇതിൻ്റെ റെസിപ്പി ആയിരിക്കും ഇനി വരണേ. ഈ സീ ഫുഡ് കട്ട്ലറ്റ് ഞാൻ ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ സീ ഫുഡ് കട്ട്ലറ്റ് ഇത് ആദ്യമായിട്ടാണ്. ഇതിപ്പോൾ എല്ലാം കുറച്ച് ഉണ്ടായപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് കട്ട്ലറ്റ് ആക്കി. പക്ഷെ ടേസ്റ്റ് രക്ഷയിലാണ്, ഭയങ്കര ഫ്ലേവർ. ഈവനിങ് ഞാനൊരു സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. മുരിങ്ങാക്കോലും ഉണ്ട്. മുരിങ്ങാക്കോല്, ചെറിയ ജീരകം, ഉള്ളി, പെപ്പർ, ഫുള്ളായിട്ടുള്ള പെപ്പർ, മഞ്ഞപ്പൊടി, അത്രേ ഉള്ളൂ. മുരിങ്ങാക്കോല് വേവിച്ചിട്ട് ഉള്ളിലെ സാധനം ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ താളിക്കും, എണ്ണയൊന്നും ഇല്ലാതെ. ഇങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള സൂപ്പ് കുഴപ്പമില്ല. അല്ലെങ്കിൽ ആ GM ഡയറ്റിൽ പറയുന്ന പോലെ മിനിഞ്ഞാന്ന് കണ്ട സൂപ്പ്. ഇതിങ്ങനെ മിക്സിയിൽ അടിച്ചിട്ട് ക്രീമൊക്കെ ഇട്ട് ഉണ്ടാക്കും. ബട്ട് അത് ഈ ഡയറ്റിൽ പറ്റില്ല. അല്ലാതെ ഇത് നല്ല ടേസ്റ്റ്. അങ്ങനെ കഴിച്ചാൽ. വൈകിട്ട് എണ്ണ ഒട്ടും ഇല്ലാത്ത ഗ്രിൽ ചിക്കൻ ആൻഡ് ബ്രോക്കോളി ആൻഡ് ലെറ്റ്യൂസ്, അത് രണ്ടും ഒന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് സോട്ട് ചെയ്തു. ഇന്നത്തെ ദിവസം അത്യാവശ്യം ഫില്ലിംഗ് ആണ് കേട്ടോ. നമുക്ക് ഒട്ടും വിശപ്പ് തോന്നുന്നില്ല. ഈ പ്രോട്ടീൻസ് കുറേ കഴിക്കണ കാരണം. ആൻഡ് വെള്ളം നിർബന്ധമാണ്. ഇനി 2 ദിവസം കൂടി ഉള്ളൂ. അതുകൊണ്ട് ഇതുവരെ സേഫാണ്. എനിക്ക് ഇതുവരെ ബ്രേക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പം ഇനി നാളെ കാണാം. ഇന്ന് 6th ഡേയും ഇന്നലത്തെ പോലെ തന്നെ പ്രോട്ടീൻസ് ആണ് കഴിക്കേണ്ടത്. ബട്ട് എല്ലാ വെജിറ്റബിൾസും കഴിക്കണം. ഇന്നലെ ടൊമാറ്റോസ് ആയിരുന്നു കൂടുതൽ. ഇന്ന് ഫുൾ വെജിറ്റബിൾസ് കഴിക്കണം, ഓയിൽ ഇല്ലാതെ. വെയിറ്റ് ചെക്ക് 63.5. വെയിറ്റ് അധികം കുറയില്ല, കാരണം ഇന്നലെ നമ്മൾ പ്രോട്ടീൻസ് കുറേ കഴിച്ചില്ലേ. നല്ലൊരു ലൈറ്റ് ഫീൽ ഉണ്ട് കാർബ്സ് കട്ട് ചെയ്ത കാരണം. ഇന്നലെ പ്രോട്ടീൻസ് കഴിച്ച കാരണം അങ്ങനെ ഒട്ടും ടയർഡ്നെസ് ഇല്ല. അപ്പം ഞാൻ ഇന്ന് ജിമ്മിൽ പോകാൻ ഓർത്തു. രാവിലെ 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട്. രാവിലെ പ്രോട്ടീൻസ് ആണല്ലോ, അപ്പോൾ രാവിലെ ഞാൻ എഗ് ബുർജി കഴിക്കാൻ ഓർത്തു. ഇന്നലെ ബോയിൽഡ് എഗ്സ് ഒക്കെ കഴിച്ചാൽ, അപ്പോൾ ഇന്ന് എഗ് ബുർജി ഓയിൽ ഇല്ലാണ്ട് ടൊമാറ്റോസും അനിയനും ആഡ് ചെയ്തിട്ട് വിത്ത് ക്യൂക്കംബർ. എഗ് ബുർജിക്ക് സവാള, തക്കാളി എണ്ണയില്ലാതെ വഴറ്റിയെടുക്കണം, എന്നിട്ട് എഗ്സ് ആഡ് ചെയ്യും. ഇത് 2 ഫുൾ എഗ്ഗും പിന്നെ എഗ് വൈറ്റ്, ഒരു എഗ്ഗിന്റെ വൈറ്റ് മാത്രം. ഈ എഗ് ബുർജി ഈ GM ഡയറ്റിന്റെ സമയത്ത് മാത്രമല്ല കേട്ടോ, അല്ലെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. നല്ല ഫില്ലിംഗ് ആണ്. ഡിന്നറിനൊക്കെ നല്ല ഓപ്ഷനാണ്. 6th ഡേ ബ്രേക്ക്ഫാസ്റ്റിന് എഗ് ബുർജി, ക്യൂക്കുംബർ, ലെറ്റ്യൂസിൽ കുറച്ച് ലൈമും പിഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ഉള്ളിച്ചമ്മന്തി, നാടൻ. അപ്പൊ ഒരു മടുപ്പ് തോന്നൂല. ഇന്നലെ അതെ, ഇന്നും അതെ. നമുക്ക് ഒരു വിശപ്പും തോന്നില്ല കേട്ടോ. നല്ല ഒരു കുഴപ്പം തോന്നില്ല. അതെ, വർക്കൗട്ട് ചെയ്തിട്ടും ഒരു ക്ഷീണവും തോന്നില്ല. ആദ്യത്തെ 4 ദിവസമാണ് ടഫ് ടൈം. ഇന്നിനി ഉച്ചയ്ക്ക് ഞാൻ GM ഡയറ്റിന്റെ സൂപ്പാണ് കുടിക്കുന്നത് കേട്ടോ. പ്രോട്ടീൻ എഗ് ബുർജി കഴിച്ചാൽ അങ്ങനെ ഒട്ടും വിശക്കുന്നില്ല. ബട്ട് പ്രോട്ടീൻ കഴിക്കണം. അത് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കാൻ നോർത്തു. ഇതും നമുക്ക് ഈ ഡയറ്റിന് അല്ലെങ്കിലും ഡിന്നറിനൊക്കെ കറക്റ്റ് സാധനമാണ്. കാരണം അത്യാവശ്യം ഫില്ലിംഗ് ആണ്. ഇതിൽ നോൺ വെജ് കൂടി ഇട്ടാൽ മതി. മഷ്റൂമും നോൺ വെജ് ഒക്കെ ഉണ്ടല്ലോ, സ്റ്റീം ചെയ്തിട്ട്. കേരള സ്റ്റൈൽ മീൻ വറ്റിച്ചതാണ് ഈ പ്രോട്ടീൻ ഡേ ഏറ്റവും ബെസ്റ്റ് കേട്ടോ. എണ്ണയില്ലാത്ത വിത്ത് പിക്കിൾഡ് അനിയൻ, ക്യൂക്കുംബർ, മീൻ്റെ തലയാ. മടുപ്പ് മാറും നമുക്ക് ഈ എരിവ് കഴിക്കുമ്പോൾ. ഞാൻ ഇന്നലെയും ഇത് കഴിച്ചായിരുന്നു. ഡിന്നറിന് ഫിഷ് ഫില്ലേയും പിന്നെ ആ പിക്കിൾഡ് അനിയൻസ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ. ക്യൂക്കുംബറൊക്കെ കഴിക്കുന്നേക്കാളും ഇത് കഴിക്കുമ്പോൾ ഒരു നല്ലൊരു ഫീലുണ്ട്. ഇനി നാളെ ലാസ്റ്റ് ഡേ വെയിറ്റ് ചെയ്യാം. ലാസ്റ്റ് ഡേ 7th ഡേ. ലാസ്റ്റ് 2 days 5 and 6 നമ്മൾ പ്രോട്ടീൻസ് ആണ് കഴിച്ചത്. അപ്പൊ 7th ഡേയിൽ കാർബ്സും ഉണ്ട്, ഷുഗറും ഉണ്ട്. ലാസ്റ്റ് 2 days ഷുഗർ ഉണ്ടായിരുന്നില്ല. ഷുഗർ മീൻസ് ഫ്രൂട്ട്സും കഴിക്കാം, ഫ്രൂട്ട് ജ്യൂസും കഴിക്കാം, റൈസും കഴിക്കാം, വെജിറ്റബിൾസും കഴിക്കാം. അതാണ് ഇന്നത്തെ ദിവസം. അപ്പൊ ഇന്നത്തെ വെയിറ്റ് 63.2. വെയിറ്റിൽ അങ്ങനെ ഭയങ്കര വ്യത്യാസം വന്നിട്ടില്ലെങ്കിലും കാഴ്ചയിൽ ഞാനിങ്ങനെ ഷ്രിങ്ക് ചെയ്ത പോലെ ആയിട്ടാ. അത് കാരണം ഞാൻ ഹാപ്പിയാ. ആൻഡ് സാരി ബ്ലൗസസ് ഇടുമ്പോഴായിരുന്നു എനിക്ക് ഭയങ്കര ഒരു വൃത്തികേടായിട്ട് തോന്നിയിരുന്നത്. അത് ഇത്തിരി മാറി തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിരുന്നു. അപ്പം ഇന്നും ചൂടുവെള്ളമല്ല, വെള്ളം 12 ഗ്ലാസ് കുടിക്കണം. ഇതിപ്പോൾ ചെറിയ ചൂടുവെള്ളം, അത് കാരണം നമുക്ക് അത്ര മടുപ്പ് തോന്നില്ല ചൂടുവെള്ളം കുടിക്കുമ്പോൾ. ഇനി ഞാൻ ഇന്ന് ജിമ്മിൽ പോയി നോക്കാമെന്ന് ഓർത്തു. കുറച്ച് നന്നായി വർക്കൗട്ട് ചെയ്താൽ നാളെ വല്ല വെയിറ്റ് കുറയുമെന്ന് നോക്കട്ടെ. ബട്ട് ഒട്ടും ക്ഷീണമില്ല കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. ലാസ്റ്റ് ടൈമൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഒട്ടും ക്ഷീണമില്ല. ഇപ്പം രാവിലെ നമുക്ക് ഫ്രൂട്ട്സും കഴിക്കാം, ജ്യൂസും കുടിക്കാം. ഇതിലേതെങ്കിലും ഒരെണ്ണം. അപ്പം ഞാൻ രാവിലെ ജ്യൂസ് കുടിക്കാൻ നോക്കും. ഈ ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ ജ്യൂസ്. നമ്മൾ ഈ ജ്യൂസ് എടുത്ത് അപ്പം തന്നെ ഈ ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസ് കുടിക്കണം, അല്ലെങ്കിൽ കഴിക്കൂലേ.
ഇത് ഗ്രീൻസ് അങ്ങാടിയിൽ നിന്ന് കിട്ടി ഈ ഗ്രീൻ ഫ്രൂട്ട്, അല്ലെങ്കിൽ ലുലുവിലും കിട്ടും തോന്നുന്നു, എല്ലാ സ്ഥലത്തും ഇത് കിട്ടില്ല. ഫ്രൂട്ട്സിൽ തന്നെയാണെങ്കിലും മാംഗോവും ബനാനയൊന്നും ഇന്ന് കഴിക്കാൻ പാടില്ല. ജ്യൂസ് ആണെങ്കിലും ഇങ്ങനെ ഓറഞ്ച്, പിന്നെ വേറെന്ത് ജ്യൂസ് മറന്നുപോയല്ലോ, അതുപോലെ സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസ് കുടിക്കണമായിരിക്കും നല്ലത്. ഈ ഡയറ്റ് എടുക്കുമ്പോൾ നമ്മൾ പുറത്തു പോവുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ടയർഡാവും കേട്ടോ. അത് കാരണം ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രേഖ ടി വിയിൽ എൻ്റെ ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് എൻ്റെ വീഡിയോസ് തന്നെ അവർ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം അതിന് കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് സൈബർ സെല്ലിൽ പോയേക്കായിരുന്നു. അപ്പോഴേക്കും ടയർഡായി. കയ്യിൽ എന്തെങ്കിലും ക്യുക്കുംബർ എന്തെങ്കിലും എടുക്കണം, ഈ വെള്ളം അങ്ങനെയൊക്കെ ക്യാരി ചെയ്യണം ഈ ഡയറ്റ് എടുക്കുകയാണെങ്കിൽ. ഇപ്പം ഇന്നത്തെ ലഞ്ചിന് റൈസും പിന്നെ മുരിങ്ങക്കോൽ സൂപ്പ്, അതിൽ സാമ്പാർ പൊടി ഇട്ടു, അതാണ് ലഞ്ച്. ക്യാബേജ് ഓയിലില്ലാതെയും തേങ്ങ ഇല്ലാതെയും ഉലർത്തിയത്. വലിയ ടേസ്റ്റ് ഇല്ല, പക്ഷെ എല്ലാം കൂടി ചേരുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. പിന്നെ നമ്മുടെ മുരിങ്ങക്കോൽ സൂപ്പിൻ്റെ വെള്ളം മാത്രം വിത്ത് രസം പൗഡർ, രസം പോലെ ആക്കി. പിന്നെ ഉള്ളിയും പച്ചമുളകായിട്ടുള്ള ചമ്മന്തി, തേങ്ങാപ്പാലില്ലാണ്ട്. ഇതാണ് ഞാനിപ്പോൾ എല്ലാ ദിവസവും കഴിക്കുന്നതാണ്. ഇതാകുമ്പോൾ അത്രയും മടുപ്പ് തോന്നുന്നില്ല. പക്ഷേ തേങ്ങാപ്പാലല്ല കേട്ടോ, മറ്റേ വെളിച്ചെണ്ണ ഇല്ലാണ്ട്. റൈസ് ക്വാണ്ടിറ്റി ഇതേത് കണ്ടോ, 2 സ്പൂണേ ഉള്ളേ, 1 കപ്പില്ല, അതിൻ്റെ പകുതി. ഒരാഴ്ച കഴിഞ്ഞ് റൈസ് കഴിക്കണമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, കറി ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല. അപ്പോൾ ലാസ്റ്റ് ഡേ ഉച്ചയ്ക്കത്തെ തന്നെ ക്യാബേജ് റൈസ്, ബ്രൗൺ റൈസ് ആൻഡ് ഉള്ളി. ഇത് ഞാൻ ഉച്ചയ്ക്ക് കാണിച്ചതാ. മതിയായിട്ടാ, വെയിറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ നാളെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പൊട്ടിക്കാൻ പാടില്ല, നമ്മളെ 8 നിലയിൽ പൊട്ടാന്ന് പറയില്ലേ, അങ്ങനെ പൊട്ടിക്കാൻ പാടില്ല. കാപ്പി ഇത്രയും കുടിക്കണം എന്തായാലും, മധുരം ഇട്ടിട്ട്. വെയിറ്റ് ചെയ്യാൻ ഞാൻ. അപ്പോൾ ഇത് 7th ഡേ അല്ല, ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേ കഴിഞ്ഞു. വെയിറ്റ് നോക്കാം എന്തായാലും. ഡയറ്റ് തീർന്നെന്ന് വെച്ചാൽ അങ്ങനെ വാരി വലിച്ച് നമ്മൾ കഴിക്കാൻ പാടില്ല കേട്ടോ. എന്തെങ്കിലും ഇതുപോലെ തന്നെ ഈ 7 ദിവസത്തിൽ നിന്നും ലൈറ്റ് ആയിട്ടുള്ള ഇപ്പൊ പ്രോട്ടീൻ്റെ നമ്മൾ കഴിച്ചില്ലേ, അതുപോലെ എന്തെങ്കിലുമൊക്കെ ചൂസ് ചെയ്ത്. ഇതിപ്പോൾ ഞാൻ ചെയ്യണതാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്ലൂട്ട് ചെയ്ത പോലെയോ. വെയിറ്റ് നോക്കട്ടെ, വെയിറ്റ് 63.5 അല്ലേ, 62.92. 62.92. വെയിറ്റ് 62.92. വലിയ കുഴപ്പമില്ല. ഒരാഴ്ച കൊണ്ട് 3 കിലോ ഏകദേശം കുറഞ്ഞു. ബട്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിക്കണം, നമ്മൾ ഒറ്റടിക്ക് ബിരിയാണിയൊക്കെ കഴിച്ചാൽ അങ്ങനെ തന്നെ കൂടും. ഒന്നിലെ പോർഷൻ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഡയറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും കഴിച്ച ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഒരു 3 ദിവസം കൂടി അങ്ങനെ നോക്കുക. അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്ലൂട്ട് ചെയ്യും. അപ്പം എൻ്റെ ഡയറ്റ് കഴിഞ്ഞിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ക്യുക്കുംബർ ചട്നി വിത്ത് ബുൾസൈ, ഓയിലില്ല. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഡയറ്റ് അങ്ങനെ സയൻറ്റിഫിക്കലി പ്രൂവൺ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അത് കാരണം ടയർഡ്നെസ് ഒക്കെ തോന്നുകയാണെങ്കിൽ, അഥവാ ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ തന്നെ അത് അപ്പം തന്നെ ബ്രേക്ക് ചെയ്യണതാണ് നല്ലത്. എന്തൊക്കെയാലും ഷുഗർ കട്ട് വരുന്ന കാരണം നമുക്കൊരു ലൈറ്റ് ഫീൽ വരും. പിന്നെ ഹെൽത്തി ആണോ എന്ന് എനിക്കറിയില്ല. ട്രെയിനറിനോട് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, വെയിറ്റിൽ എന്തിനു നോക്കണേ, ഇഞ്ചസ് കുറഞ്ഞാൽ പോരെന്ന്. അപ്പം അങ്ങനത്തെയൊക്കെ പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഇനി ഈ ഒരാഴ്ചയും ഷുഗർ കട്ട് നോക്കാമെന്ന് ഓർത്തു. അതുപോലെ തന്നെ നേരത്തെ നോക്കിയില്ലേ, തേങ്ങ കുറവ്, എണ്ണ കുറവ്, അതെല്ലാം നോക്കാമെന്ന് ഓർത്തിരിക്കുക. ബൈ.